അങ്ങനെ മക്കൾക്ക് സ്കൂളിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് നോട്ട് ബുക്ക് നോക്കാം. നോട്ട് ബുക്ക് ഞങ്ങൾ സിംഗിൾ ലൈന് 100 പേജിൻ്റെത് 24 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് 3 പേർക്കും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടീച്ചേഴ്സ് 100 പേജിൻ്റെത് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ 100 പേജിൻ്റെ വാങ്ങിച്ചത്. അപ്പോൾ എപ്പോഴെപ്പോഴും തീരുമ്പോൾ നമുക്ക് കടയിലേക്ക് പോകണ്ടല്ലോ, അപ്പം ഒരുമിച്ച് വാങ്ങിച്ചതാണ്. അപ്പം ഇത് 24 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് സിംഗിൾ ലൈന്. പിന്നെ വരയില്ലാത്ത നോട്ട് ബുക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് കോളേജ് നോട്ടാണ് വരയുള്ളത്. അത് ഒരു 4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് അവർക്ക് റഫാക്കാൻ രണ്ടാൾക്കും 3ാം ക്ലാസ്സിലേക്കുള്ള 2ആൾക്ക് റഫാക്കാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ UKG പോകുന്ന ആൾക്ക് റഫാക്കാൻ 200 പേജിൻ്റെ അവിടെ സിംഗിൾ ലൈൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചേക്കുന്നത് UKG പോകുന്ന ആൾക്ക് 2 ലൈൻ ബുക്കാണ്. അത് 4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് 100 പേജിൻ്റെ, ക്ലാസ്മേറ്റിൻ്റെ തന്നെയാണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് 4 ലൈൻ, അതും UKG ബുക്കാണ്. അതും 4 എണ്ണം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സ്ക്വയർ ലൈൻ, അത് UKG ആക്കാണ്. അതും 4 എണ്ണം, 4 നോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും നോട്ടുകളാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നോട്ട്സൊക്കെ ഞങ്ങൾ ക്ലാസ്മേറ്റിൻ്റെ നോട്ട്സുകളാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ റഫാക്കാൻ വാങ്ങിയ നോട്ട്സ് മാത്രമേ ഉള്ളൂ, ക്ലാസ്മേറ്റിൻ്റെ അല്ലാത്തേ ഉള്ളൂ. ബാക്കിയൊക്കെ ക്ലാസ്മേറ്റിൻ്റെ നോട്ടുകളാണ്. കഴിഞ്ഞ വർഷം മുതലേ മക്കൾ ക്ലാസ്മേറ്റ് നോട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ക്ലാസ്മേറ്റ് നോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് പേജൊക്കെ നല്ല കട്ടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് ക്ലാസ്മേറ്റിൻ്റെ നോട്ടുകളാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. പിന്നെ നമുക്ക് ഫയൽസാണ്. അവർക്ക് എക്സാം ഷീറ്റൊക്കെ കിട്ടുന്ന സമയത്ത്, എക്സാം പേപ്പറൊക്കെ കിട്ടുന്ന സമയത്ത് അവർക്ക് ഇട്ട് വയ്ക്കാനും, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കാനും, പിന്നെ അങ്ങനെ കുറേ പേപ്പേഴ്സ് നമുക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഫയൽ 3 പേർക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതിലിട്ട് വെക്കുന്ന സമയത്ത് അവർക്കൊന്നും പോവില്ല, പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പം 3 ആളെ പേര് മെയിൽ എഴുതണമെന്ന് വിചാരിക്കുന്നുണ്ട്, മാറിപ്പോവാതിരിക്കാൻ. അപ്പോൾ അങ്ങനെ 3 ഫയൽസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് നമ്മൾ A4 ഷീറ്റ് ഇത് മൊത്തത്തിൽ ഒരു ബണ്ടിൽ മൊത്തത്തിൽ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അത് അത്യാവശ്യമാണ്. നമ്മൾ എപ്പോഴെപ്പോഴും കടയിലേക്ക് മണ്ടണ്ടല്ലോ, 1-2 A4 ഷീറ്റ് നമ്മൾ എപ്പോഴെപ്പോഴും പോകേണ്ടത്. നമ്മൾ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഒരു ഉപകാരമാണ് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ന്യൂസ് പ്രിൻ്റാണ്. അപ്പം ഇത് കിലോയ്ക്ക് എന്തോ 80 രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ. നമ്മൾ വാങ്ങിയിട്ടുള്ളത് ടൗണിലെ ഓയാസിസിൻ്റെ ഉള്ളിൽ നിന്നാണ്, കോഴിക്കോട് മിഠായി തെരുവിൻ്റെ ഓയാസിസിൻ്റെ ഉള്ളിൽ നിന്നാണ്. കണ്ടോ, ഇതിപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് എക്സാമൊക്കെ വരുന്ന സമയത്ത് എഴുതി പഠിക്കാനും, പിന്നെ എന്തെങ്കിലും ഡിക്റ്റേഷനോ കാര്യങ്ങളൊക്കെ കിട്ടുമ്പം എഴുതി പഠിക്കാനും, അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് ഈ ന്യൂസ് പ്രിൻ്റ് യൂസ് ചെയ്യാം. കഴിഞ്ഞ വർഷം മുതൽ അവർ A4 ഷീറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ A4 ഷീറ്റിനെക്കാട്ടും നമുക്ക് ന്യൂസ് പ്രിൻ്റ് ആകുമ്പോൾ അത്രയേ റേറ്റും വരുന്നുള്ളൂ. അപ്പം A4 ഷീറ്റ് ആകുമ്പം എടുത്തു കഴിഞ്ഞാൽ അത് വേഗം തീർന്നു പോകും. നമുക്ക് എന്തെങ്കിലും ടീച്ചർമാർ എന്തെങ്കിലും അവർക്ക് വർക്കുകൾ തരുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ന്യൂസ് പ്രിൻ്റ് ആവുന്ന സമയത്ത് അത്ര റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് എഴുതി പിടിക്കാൻ എന്തുകൊണ്ടും നല്ലത് ന്യൂസ് പ്രിൻ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ അതിലേക്ക് അവർക്ക് പൊതിയിടാൻ വാങ്ങിച്ചതാണ്. അപ്പം ഇത് പല കളറിലും ഉണ്ട് കേട്ടോ. അപ്പം പൊതിയിടുന്നത് എനിക്ക് പക്ഷേ എന്തോ ബ്രൗണിനോടാണ് ഭയങ്കര താല്പര്യം. പണ്ട് മുതലേ ഈ ഒരു കളറിനോടാണ് താല്പര്യം. ഇപ്പം വൈറ്റ് ഉണ്ട്, റോസ് ഉണ്ട്,
അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ കളറിലും അവൈലബിൾ ആണ്. യെല്ലോ ഉണ്ട്. അപ്പോൾ അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ടോ എനിക്ക് ഈ ഒരു പൊതി ഇട്ടാലേ ബുക്കിനൊക്കെ ഒരു നീറ്റ്നെസ് തോന്നുള്ളൂ. ആർക്ക് വാങ്ങിച്ചത് എന്താ UKGയിലേക്കുള്ള മോൾക്ക് യൂണിക്കോണിൻ്റെ അവളെ ഇഷ്ടം നോക്കിയെടുത്തതാണ്. അവൾക്ക് യൂണിക്കോണാണ് ഭയങ്കര ഇഷ്ടമാണ്, യൂണിക്കോൺ. അപ്പോൾ അങ്ങനെ യൂണിക്കോണിൻ്റെ നെയിം സ്ലിപ്പ്. പിന്നെ ഇതാ മക്കൾക്ക് 3ാം ക്ലാസ്സിലേക്ക് പോകുന്ന ആൺകുട്ടികൾക്ക് അവർക്ക് ബൈക്ക് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു 4 എണ്ണം എടുത്തു. ഒരാൾക്ക് 2 എണ്ണം ഒരാൾക്ക് 2 എണ്ണം അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് അത് 4 എണ്ണം എടുത്തു. പിന്നെ വരുന്നത് സ്കെച്ച് പെന്നാണ്, ക്യാമലിൻ്റെ സ്കെച്ച് പെന്നാണിത്. ഇത് ഞാൻ 1 വാങ്ങിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ വർഷത്തൊക്കെ ഇവിടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് 1 വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ വരുന്നത് ഇറേസറാണ്. ഇറേസർ അത്യാവശ്യമാണ് ഇവിടെ, പ്രത്യേകിച്ച് കളഞ്ഞ് വരും, കൊടുക്കും കളഞ്ഞ് വരും, കൊടുക്കും കളഞ്ഞ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇറേസർ വാങ്ങിച്ചു. കഴിഞ്ഞ വർഷത്തെ ഒരു 5-6 എണ്ണം ഇവിടെ ഉണ്ട്. അപ്പം ഇറേസർ വാങ്ങിച്ചു. പിന്നെ ഷാർപ്പ്നറൊന്നും വാങ്ങിച്ചിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ ഇവിടെ സ്കെയിലും അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉള്ളതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ വാങ്ങിച്ചത് ക്രയോൺസാണ്. ക്രയോൺസ് ഒരു 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത് 3 എണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതും ക്രയോൺസും കഴിഞ്ഞ വർഷത്തത് ഇവിടെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അവർക്ക് 3 എണ്ണം വാങ്ങിച്ചു. പിന്നെ ഷാർപ്പ്നർ ഇങ്ങനത്തെ വാങ്ങിച്ചു കേട്ടോ. അത് അവർക്ക് അവിടെ കടയിൽ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വേണമെന്ന് പറഞ്ഞപ്പോൾ 1 അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. അപ്പം സാധാ ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഇത് കുറച്ചും കൂടെ അവർക്ക് കാണാനും ഭംഗി തോന്നി, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തത്. മക്കൾക്കുള്ളതാണ്, ആൺകുട്ടികൾക്കുള്ളതാണ്. പിന്നെ ഇത് മോക്ക്, ഇത് അവിടെ കണ്ടപ്പോൾ വാശി പിടിച്ച് വാങ്ങിയാണ്. അപ്പം അവൾക്ക് മേടിച്ചു കൊടുത്തപ്പം മക്കളും പറഞ്ഞ് ഞങ്ങൾക്കും വേണം, ആൺകുട്ടികളും പറഞ്ഞ് ഞങ്ങൾക്കും വേണം, അങ്ങനെ വാങ്ങിയതാണ്. അപ്പം ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ബോക്സിൽ എന്തായാലും കൊള്ളൂല, അവൾ ബാഗിലൊരു അറയിലിട്ട് കൊണ്ടുപോകേണ്ടി വരും. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് പെർമനൻറ്റ് മാർക്കറാണ്. അതൊരു ബ്ലൂവും ബ്ലാക്കും വാങ്ങിച്ചിട്ടുണ്ട്. അതവർക്ക് എന്തെങ്കിലും വർക്കൊക്കെ ടീച്ചർ തരുന്ന സമയത്ത് അതിൻ്റെ ഹെഡിങ് എഴുതുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് ഡാർക്കാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചാർട്ടിലോ അങ്ങനെ എന്തെങ്കിലും വർക്കുകളൊക്കെ തരുന്ന സമയത്ത് അതിൻ്റെ ഹെഡിങ്ങുകളോ ഒക്കെ നമുക്കിതുകൊണ്ട് എഴുതാം. പിന്നെ പെർമനൻറ്റ് മാർക്കറായതുകൊണ്ട് നമുക്ക് എന്തിൻ്റെ മുകളിൽ അവരുടെ പേരോ എന്തെങ്കിലും എഴുതണമെങ്കിൽ അങ്ങനെ എഴുതുകയും ചെയ്യാം, അത് മാഞ്ഞു പോവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉപകാരം കൂടെ അതിനുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് പെൻസിലാണ്. പെൻസിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്സരയുടെ പെൻസിലാണ് ഞങ്ങൾ എല്ലാ വർഷവും വാങ്ങിക്കാറ്. പിന്നെ അവർ പുറത്ത് പോകുന്ന സമയത്ത് ഏതെങ്കിലും പെൻസിൽ നല്ല ക്യൂട്ടായിട്ടുള്ള പെൻസിലൊക്കെ കാണുന്ന സമയത്ത് അത് വേണമെന്ന് പറയുന്ന സമയത്ത് അത് 1-2 ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അല്ലാതെ ഞങ്ങൾ അപ്സരയുടെ പെൻസിൽ തന്നെയാണ് അവർക്ക് വാങ്ങാറ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ അപ്സരയുടെ എക്സ്ട്രാ ഡാർക്ക് എന്ന് പറഞ്ഞ പെൻസിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നുകൂടെ ഡാർക്ക് ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ ഞങ്ങൾ ഈ വർഷം ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ പോവാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇറേസറും ഒരു ഷാർപ്പ്നറും ഫ്രീ ആണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ട് ബോക്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഒരു 2-3 എണ്ണം ഇവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇത് 2 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് അവർക്ക് വേണ്ടി വാങ്ങിയതല്ല, സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതാണ്. അവർക്ക് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാനുള്ള സമയത്ത് എന്തെങ്കിലും എഴുതി കൊടുക്കേണ്ടിയൊക്കെ വരുന്ന സമയത്ത് എന്നോട് തെറ്റിപ്പോവും. അപ്പം ഒരു വൈറ്റ്നറും കൂടെ വാങ്ങിച്ചു. അപ്പം അങ്ങനെ പിന്നെ വാങ്ങിച്ചേക്കുന്നത് ഒരു ഗമ്മാണ്. അപ്പോൾ ഞാൻ ഫെവിക്കോളിൻ്റെ ഗം തന്നെയാണ് അധികം എടുക്കാറ്. മറ്റേതിനെക്കാട്ടും എനിക്ക് എന്തോ ഇഷ്ടം ഫെവിക്കോളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അതായി. പിന്നെ വാങ്ങിച്ചേക്കുന്നത് പെന്നാണ് കേട്ടോ.
പെൻ അവർക്ക് ഇതുവരെ 2ാം ക്ലാസ് വരെ യൂസ് ചെയ്തിട്ടില്ല. അവർക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർക്ക് പെൻസിൽ തന്നെയാണ്, ഞാനാണ് യൂസ് ചെയ്യാറ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3ാം ക്ലാസ്സിലൊക്കെ ആയതുകൊണ്ട് പെന്ന് വേണോ എന്നൊന്നും അറിയില്ല. എന്നാലും ചെറിയതാ ഇങ്ങനത്തെ പെന്നാണ് കേട്ടോ. അധികം വിലേൻ്റെ ഒന്നുമല്ല. ഒന്നിന് 3 രൂപ ഇട്ടാൽ വരുന്ന പെന്നാണ്. അപ്പം അങ്ങനെ വാങ്ങിച്ചിട്ട് എനിക്ക് യൂസ് ചെയ്യാനാണ്. അവർക്കും ഞാൻ ഇവിടെ നിന്നൊക്കെ എഴുതാനൊക്കെ കൊടുക്കും, സ്കൂളിലേക്ക് കൊടുത്തയക്കാറില്ല. പിന്നെ വരുന്നത് ബോക്സാണ്. 3 പേർക്കും ഈ ബോക്സാണ് ഇഷ്ടമായത്. അപ്പം ഇതാണ് മോളെ ബോക്സ്. ഇത് 2 ആൺകുട്ടികളുടെ ബോക്സാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതെനിക്കും കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമെടുത്താണ്. പക്ഷേ ലാസ്റ്റ് വാങ്ങിച്ച് പൈസ കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ലോക്കാണ്, നമ്പർ ലോക്കാണ് വരുന്നത് ബോക്സ്. അപ്പം ഇതാണ് അതിൻ്റെ കോഡ്. ഈ കോഡ് അടിച്ചു കൊടുത്താലേ ഉള്ളൂ അതിപ്പം ഓപ്പൺ ആവുള്ളൂ. അങ്ങനത്തെ ബോക്സാണ്. അപ്പം അത് അവരെ കടയിലുള്ളവരോട് ചോദിച്ചു, ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അവർക്ക് അത് തന്നെ മതി എന്ന് പറഞ്ഞതുകൊണ്ട് 3 ആൾക്കും അത് തന്നെ വാങ്ങി. പിന്നെ UKGയിലുള്ള മോളിതെങ്ങനെ തുറക്കുന്നുള്ള കൺഫ്യൂഷനായിരുന്നു എനിക്ക്. അവൾക്കത് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. പക്ഷേ അത് ആ കടക്കാരൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ വേഗം മനസ്സിലാക്കി. അവൾ തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യും ഇപ്പോൾ. അപ്പം അങ്ങനെയാണ്. അപ്പം ഈ ബോക്സിന് വന്നേക്കുന്നത് 200 രൂപയാട്ടോ. അപ്പം ഇത്ര വിലേൻ്റെതൊന്നും മേടിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചതല്ല. പിന്നെ അവരൊരാഗ്രഹം പറഞ്ഞ സമയത്ത് നമ്മൾ എങ്ങനെയാണ് അത് തടയുക? അങ്ങനെയൊന്നും ആഗ്രഹം പറയല്ലേ. മോളെ പിന്നെയും വാശി പിടിക്കും അത് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ആൺകുട്ടികളും അങ്ങനെ പറഞ്ഞ സമയത്ത് അവർക്ക് അവൾ എല്ലാ കാര്യത്തിനും അങ്ങനെ വാശി പിടിക്കില്ല അവർ. അപ്പോൾ പിന്നെ അവർക്ക് വാങ്ങിച്ചെടുക്കുമ്പോൾ പിന്നെ മോൾക്ക് വാങ്ങിച്ചെടുക്കാൻ അതൊക്കെ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ബോക്സ് വാങ്ങിച്ചു. 3 ആൾക്കും അവർ പറഞ്ഞ ബോക്സ് തന്നെ വാങ്ങിച്ചു. ഇനി ഇതെങ്ങനെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കേടാക്കി കൊണ്ടുവരുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ്. എടുത്തിരുന്ന് ചിരിക്കുക ഞാൻ പറയുന്ന സമയത്ത്. പിന്നെ അതാ ഒരു പൗച്ച്. അത് അവൾ അവിടെ കടേൻ്റെ മുന്നിൽ നിന്ന് എന്തോ ഒന്ന് ഇങ്ങനെ വാശി പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മേടിച്ച് തരില്ല എന്ന് പറഞ്ഞു, അത് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കടക്കാരൻ അവളിങ്ങനെ ദേഷ്യം പിടിച്ച് നിന്നു. അപ്പോൾ അവിടുത്തെ കടക്കാരൻ അവൾക്ക് ഫ്രീ ആയിട്ടൊരു പൗച്ച് കൊടുത്തു. അതാണിത്. അവളെ ദേഷ്യം ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾക്കൊരു പൗച്ചും കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വാങ്ങിച്ചേക്കുന്നത് അവർക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുപ്പിയാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ അത് 3 കളറിൽ വാങ്ങിച്ചു. ഒന്ന് ഡാർക്ക് ഗ്രീനാണത് കേട്ടോ. ഡാർക്ക് ഗ്രീന്, ബ്ലൂ, റെഡ്. അപ്പോൾ മോൾക്ക് പിങ്ക് ആയിരുന്നു ഇഷ്ടം. പക്ഷെ പിങ്ക് അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഡാർക്ക് ഗ്രീന്. പിന്നെ മറ്റവർക്കൊക്കെ അവർ ഇഷ്ടപ്പെട്ട കളർ തന്നെയാണ് കിട്ടിയത്. ഇതാകുമ്പോൾ സ്റ്റീലാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുപ്പി വാങ്ങിച്ചത് കൊണ്ടുപോകാൻ. സ്റ്റീലാണ്, വെള്ളവും കൊള്ളും. അപ്പം അങ്ങനെ കുപ്പി 3 എണ്ണം അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചേക്കുന്നത് അവർക്ക് ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും ഉച്ചക്കത്തെ ഫുഡിന് കൂട്ടാൻ എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. കറിയോ ചിലപ്പോൾ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടെങ്കിൽ കറി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. 3 പേർക്കും പേരും എഴുതിയിട്ടുണ്ട്. ഇനി മാറിപ്പോവണ്ട എന്ന് കരുതിയിട്ട് 3 ആളുടെ പേരും അടിയിൽ ഞങ്ങൾ എഴുതിച്ചിട്ടുണ്ട്. അപ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യത്തത് അവരത് അങ്ങ് കേടായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് 3 ആൾക്കും ഒരു 3 പാത്രം അങ്ങ് വാങ്ങിച്ചു. അപ്പം അങ്ങനെ 3 പാത്രം വാങ്ങിച്ചു. ഇത് മൂടി തുറക്കാനൊക്കെ കുറച്ച് പാടാണ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിപ്പിച്ചിട്ട് വിടണം 3 ആളെ. പിന്നെ മോൾക്ക് വാങ്ങിച്ചാണിത്. സ്നാക്സ് ബോക്സ് ആട്ടോ. ഇത് ലഞ്ച് ബോക്സ് അല്ല, സ്നാക്സ് ബോക്സാണ്. അപ്പം അത് ഞങ്ങൾ
മക്കൾക്ക് ആൺകുട്ടിയൊക്കെ ഞങ്ങൾ LKG സ്റ്റീലിൻ്റെ തന്നെയാണ് വാങ്ങിച്ചത്. അപ്പം മോക്കാണ് ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെയാണ് കൊടുത്തുവിട്ട സ്നാക്സ് ബോക്സ്. അപ്പം അത് വേണ്ടാന്ന് തോന്നി, അത് അവർക്കും സ്റ്റീലിൻ്റെ തന്നെ ആക്കാൻ തോന്നി. അപ്പം സ്റ്റീലിൻ്റെ വാങ്ങിച്ചു, പേരും എഴുതി, അവിടെ നിന്ന് തന്നെ പേരും എഴുതി തന്നു അവർ. അപ്പോൾ അങ്ങനെ സ്നാക്സ് ബോക്സും അവൾക്കൊന്ന് വാങ്ങി. മറ്റവർക്കുണ്ട്, അപ്പോൾ അതുകൊണ്ട് മറ്റവർക്ക് വാങ്ങിയിട്ടില്ല. പിന്നെ വന്നേക്കുന്നത് പ്ലേറ്റാണ് കേട്ടോ, 2 പ്ലേറ്റ്. അത് മോക്കുണ്ട്, മോക്ക് LKG വാങ്ങിയത് തന്നെ ഉണ്ട് പ്ലേറ്റ്, അവൾക്കത് മതി. പിന്നെ ആൺകുട്ടികൾക്ക് UKG വാങ്ങിച്ചത് പിന്നെ ഉണ്ടായിരുന്നു, അതാണ് അവർ 2ാം ക്ലാസ് വരെ കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷേ അതവർക്ക് കുറച്ചുകൂടെ ചെറുതായ പോലെ എനിക്ക് ചോറ് വാരി കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടെ വലിയൊരു പ്ലേറ്റ് വാങ്ങി 2 പേർക്കും കൂടെ. പിന്നെ വാങ്ങിച്ചേക്കുന്ന ഷോക്സാണ്, 3 പേർക്കും വൈറ്റ് ഷോക്സ് മതിയെന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 പേർക്കും കൂടെ 2 ജോഡി വെച്ച് ഷോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഷോക്സ് വൈറ്റാണ്, അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചതാ, ഇത് ഇത്രയും ചെറുതായത് കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താ ഇത്. റെയിൻകോട്ടാട്ടോ, ഇതിന് ചെറിയ വിലയേ ഉള്ളൂ, പക്ഷേ ഇത് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇവർക്ക് വാങ്ങിച്ചത് പിന്നെ ഇവിടെ ഉണ്ട്, അങ്ങനെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊന്ന് മുൻകൂട്ടി വാങ്ങി വെച്ചെന്നേ ഉള്ളൂ. ഇപ്രാവശ്യം കുറേ മഴ ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അങ്ങോട്ട് മഴ കിട്ടിയിട്ടില്ല. അപ്പോൾ മഴ പെയ്തിക്കുന്നെങ്കിലും കൂടിയിട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെ അങ്ങോട്ട് വലിയ ഡേഞ്ചർ അവസ്ഥയിലേക്കൊന്നും വന്നിട്ടില്ല. അപ്പം ഇപ്രാവശ്യം കൂടുതൽ മഴ ഉണ്ടെന്ന് പറയുന്നു, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം പഴയതുണ്ട്, ഒന്നും ആയിട്ടില്ല. പഴയത് എങ്ങാനും കീറിപ്പോയാൽ അപ്പം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് എക്സ്ട്രാ മേടിച്ചത്. ഇത് കൂടുതൽ ലാസ്റ്റ് ചെയ്യും കേട്ടോ, നല്ലോണം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. മറ്റേ ഒരു റെയിൻകോട്ട് പോലെയല്ല, മറ്റേതൊക്കെ വേഗം അവർ കൈയിട്ട് അല്ലെങ്കിൽ ഒന്ന് വലിക്കുമ്പോഴേക്കും എനിക്ക് കീറിപ്പോയിട്ടുണ്ട്. അവർക്ക് UKG വാങ്ങിയതൊക്കെ മക്കൾക്ക് ആൺകുട്ടിയൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ ഇതുതന്നെയാണ് യൂസ് ചെയ്യാറ്. കഴിഞ്ഞ വർഷം യൂസ് ചെയ്തതാണ്, അത് ഒന്നും ആയിട്ടില്ല, അതങ്ങനെ തന്നെ ഉണ്ട്. അപ്പം എങ്ങാനും ഇപ്രാവശ്യം കൂടുതൽ യൂസ് കാരണം എന്തെങ്കിലും ആയിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ വാങ്ങിച്ചതാണ്. 3 എണ്ണം. നല്ല മഴയാണ് കേട്ടോ ഇവിടെ. ഇന്നലെ ഞങ്ങൾ വാങ്ങാൻ പോയപ്പം രാവിലെയാണ് പോയത്, അപ്പം ഞങ്ങൾക്ക് അങ്ങനെ മഴയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സൗണ്ടും കൂടെ ഇതിൽ കേൾക്കുന്നുണ്ടാവും. പിന്നെ വാങ്ങിച്ചേക്കുന്നത് ഞങ്ങൾ കിറ്റാണ്, 3 പേർക്കും ഒരേപോലത്തെ കിറ്റാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ലായിരുന്നു, ഇവിടെ വന്നപ്പോഴാണ് എങ്ങാനും മാറിപ്പോകുന്നൊരു തോന്നൽ. കാരണം ഞാനാണ് കൊണ്ടാക്കുക, അപ്പം വണ്ടീൻ്റെ മുകളിൽ കൊണ്ടാക്കുന്ന സമയത്ത് കിറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക. പിന്നെ ഒരേ സ്കൂളായത് കാരണം പിന്നെ വലിയ വിഷയം വരുന്നില്ല, എന്നാലും ഒരു ടെൻഷൻ ചെറിയ എടുത്ത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാലാണല്ലോ നമുക്ക് ഓരോന്ന് തോന്നാം, അപ്പോൾ ഒന്നും തോന്നില്ല. പിന്നെ ഈ കിറ്റ് വന്നേക്കുന്നത് ഇവിടെ നമുക്ക് കുപ്പിയൊക്കെ വെക്കാം. പിന്നെ ഇവിടെ കുഞ്ഞൊരു അറയൊക്കെ ഉണ്ട്. പിന്നെ മുകളിൽ നല്ല സൗകര്യമുള്ളൊരു കിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒയാസിസിൻ്റെ ഉള്ളിൽ കോഴിക്കോടുള്ള ആരെങ്കിലും ആണ് ഇത് കാണുന്നത് വെച്ചാൽ ഒയാസിസിൻ്റെ ഉള്ളിൽ പോയിക്കോളൂ. നല്ല വില കുറവിന് നമുക്ക് സാധനങ്ങൾ കിട്ടും. പ്രത്യേകിച്ച് 1, 2, 3, 4 കുട്ടികളൊക്കെ ഉള്ള രക്ഷിതാക്കളാവുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ലാഭമാണ് കേട്ടോ ഒയാസിസിൻ്റെ ഉള്ളിൽ പോയി വാങ്ങുന്നത്. അപ്പം 3 കിറ്റ് 3 പേർക്ക് അങ്ങനെ ഒരേപോലത്തെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വന്നേക്കുന്നത് ബാഗാണ്, കണ്ടോ, അടിപൊളി സ്പൈഡർമാൻ്റെ ചിത്രമൊക്കെയുള്ള ബാഗാണ്. ഒരു മോൻ്റെ ബാഗാണ്. അവന് കടക്കാരൻ ആദ്യം തന്നെ എടുത്തിട്ടപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൽ MRP വന്നേക്കുന്നത് 685 രൂപയാണ്, പക്ഷേ ഞങ്ങൾക്കത് 480 രൂപയ്ക്ക് കിട്ടി കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, ഡബിൾ സൈഡ് നമ്മുടെ വാട്ടർ ബോട്ടിൽ വെക്കുന്ന ഏരിയ ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നടന്നു പോകുന്ന ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു സൈഡ് കുടയും ഒരു സൈഡ് വാട്ടർ ബോട്ടിലൊക്കെ വെക്കാം. അപ്പം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഈ ബാഗിന്. അപ്പം 4 അറയാണ് ഇതിൽ, 4 അറയാണ് വന്നേക്കുന്നത്.
അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തതാണ്. സ്പൈഡർമാനാണ്. പിന്നെ അടുത്ത മോൻ്റെ ബാഗ് വന്നിരിക്കുന്നത് അവഞ്ചേഴ്സ്. അവനും ആദ്യം തന്നെ കണ്ടപ്പോൾ എനിക്കിത് മതി എന്ന് പറഞ്ഞു. ഇതിനും സെയിം തന്നെയാണ് എടുത്തേക്കുന്നത്. ഡബിൾ സൈഡ് നമ്മൾ ഈ ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4 അറകളുണ്ട്. അത്യാവശ്യം നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് അല്ലേ. ബോയ്സിനൊക്കെ അധികം ആൺകുട്ടികൾക്കും ഇങ്ങനത്തെ നമ്മൾ കാർട്ടൂൺ കഥാപാത്രങ്ങളായിരിക്കും അവർക്ക് ഇഷ്ടമുണ്ടാവുക. പിന്നെ വന്നിരിക്കുന്നത് മോളെ ബാഗാട്ടോ. മോളെ ബാഗ് കണ്ടോ, യൂണിക്കോണിൻ്റെ ആളാണ്. യൂണിക്കോൺ എവിടെ കണ്ടാലും അവൾ വാങ്ങും. അപ്പം അത്രയും യൂണിക്കോണിൻ്റെ ആരാധകി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും. പിന്നെ പിങ്ക് കളറാണ് അവൾക്ക് ഇഷ്ടം. ഇതിന് വന്നേക്കുന്നതും 4 അറ തന്നെയാണ് കേട്ടോ. പിന്നെ ഡബിൾ സൈഡ് നമ്മൾ വാട്ടർ ബോട്ടിൽ വെക്കുന്ന ഏരിയ ഇല്ല, അത് 1 സൈഡേ ഉള്ളൂ. പിന്നെ ഇതിനും 480 രൂപയാണ്. നല്ല ക്വാളിറ്റിയുള്ള ബാഗ് കേട്ടോ. അവിടുന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് 1 വർഷം കഴിഞ്ഞാലും സിബിനൊന്നും സംഭവിക്കില്ല. ഇവരെ കഴിഞ്ഞ വർഷത്തെ ബാഗുകൾ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഒന്നും ആയിട്ടില്ല. സിബൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്, ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചത്. പിന്നെ മഴയൊക്കെ കൂടുതലുണ്ടെന്ന് കേട്ടത് കാരണം നമ്മൾ ഇപ്രാവശ്യം ബാഗ് വാങ്ങിച്ചത് തന്നെ. കാരണം കുട്ടികൾ പോകുന്ന സമയത്ത് നനയോ അല്ലെങ്കിൽ ചളിയോ എന്തെങ്കിലും ആവുകയാണെങ്കിൽ നമുക്കത് ഒന്ന് കഴുകിയിടുമ്പം ഒന്ന് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ബാഗ് വാങ്ങിച്ചത്. അപ്പം അതും ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് കോഴിക്കോടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിഠായിത്തെരുവിൽ ഓയാസിസിൻ്റെ ഉള്ളിൽ പോയി നോക്കൂ. നമുക്ക് 1, 2, 3, 4 കുട്ടികളൊക്കെ ഉള്ളവർക്ക് കുറച്ച് ലാഭത്തിൽ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാം. അപ്പം നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഏരിയ ആണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ നോക്കൂ കേട്ടോ. പിന്നെ അവരവർക്ക് ഓരോ ആളുകൾക്കും താല്പര്യമുള്ള സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഓരോരുത്തരും വാങ്ങുക അല്ലേ. എനിക്കെന്തോ ഓയാസിസിൻ്റെ ഉള്ളിൽ കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം ഇപ്രാവശ്യത്തെ സ്കൂൾ ഷോപ്പിംഗ് ഞങ്ങളത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 2-3 ചെറിയ സാധനങ്ങൾ അവർക്ക് റിബണും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഞങ്ങൾ ഈ കുഞ്ഞ് സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയാട്ടോ പറഞ്ഞത്. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ കൊടുത്താൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.